ഇനി ഈ എമർജൻസി ലൈറ്റ് വൃത്തിയാക്കാൻ ആദ്യം ഒരു കപ്പ് വെള്ളം, ആ വെള്ളത്തിലൊന്ന് ചെറുതായിട്ട് തുണി മുക്കി എല്ലായിടത്തും നല്ല ക്ലിയർ ചെയ്ത് തുടയ്ക്കുക. തുടച്ച് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ഒന്ന് അഴിച്ച് ഫിനിഷ് ചെയ്ത് നോക്കാം. അപ്പോൾ മൊത്തം ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ ആൾ കുട്ടപ്പനാവുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇത് കംപ്ലീറ്റ് ഒന്ന് തുടച്ച് വൃത്തിയാക്കാം. ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും വെള്ളം തട്ടരുത്. കംപ്ലീറ്റ് ഷോക്ക് ഏൽക്കാനൊക്കെ സാധ്യതയുള്ളതാണ്. ഇത് കറണ്ടിനാണ് കുത്തി വെക്കുന്ന സാധനമാണ്. ചെറിയ എമർജൻസി ലൈറ്റ്. ഇനിയിപ്പോൾ മഴക്കാലമായ അത്യാവശ്യം നല്ല രീതിയിൽ എന്നും കറണ്ട് പോകും വൈകിട്ട്. ചില ദിവസം വരില്ല, ചില ദിവസം വരും. അപ്പോൾ അത്യാവശ്യം ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയൊരു എമർജൻസി ലൈറ്റാണ്. അന്ന് വാങ്ങിച്ചിരുന്ന് ഉപയോഗിച്ച് പിന്നെ അത് ഞാൻ ഇല്ലാത്ത സമയത്ത് ഒരു ഭാഗത്ത് മൂലയ്ക്ക് ഇടുന്നു. അപ്പോൾ അത് രണ്ടാമതൊന്ന് വൃത്തിയാക്കി എടുക്കാനാണ് പോണത്. ഈ ഒരൊറ്റ സ്വിച്ചേ ഉള്ളൂ. ഇതിലൂടെ ഒരു ചെറിയ റെഡ് ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇതിൽ പ്ലഗ് പോയിൻ്റ് കൊടുക്കുക. അപ്പോൾ കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇത് ഓണാക്കുക. റീചാർജ് ചെയ്യുന്നതിൻ്റെ ഒരു LED കാണാം ഇതിൽ. ചെറിയ ബാറ്ററി ആവാനാണ് സാധ്യത. ചെറിയ ബാറ്ററികൾ കയ്യിലുള്ള സ്ഥിതിക്ക് ഇനി ചിലപ്പോൾ സാധനം ഓക്കെ ആവും. ഇനി ഒന്ന് നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് തുടച്ചെടുക്കുക. ഇത് നല്ല ഉണങ്ങിയ തുണിയാണ്. കാറൊക്കെ തുടക്കാൻ വേണ്ടി വാങ്ങിയതാണ്. അപ്പം അത്യാവശ്യം ആൾ നല്ല കുട്ടപ്പനായിട്ടുണ്ട്. ആദ്യം കാണിച്ചതിനേക്കാളും ഒന്നുകൂടി വൃത്തിയായിട്ടുണ്ട്. ഇനിയാണ് മെയിൻ. ഒന്നുകൂടെ തുടച്ചാൽ ഫുള്ളായി വൃത്തിയാവും. അതിനകത്തുള്ള ചളിയൊന്നുമില്ല. അത് കാണുമ്പോഴുള്ളൊരു കേട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകൂടെ ചെറിയ സൈഡൊക്കെ വൃത്തിയാക്കാണ്ട്. അതോടെ വൃത്തിയാക്കി കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്യാം. സ്വിച്ചൊക്കെ വർക്കിംഗ് ആണ്. ഈ പോയിന്റിൽ കണക്ഷൻ കൊടുത്താൽ വർക്കാവേണ്ടതാണ്. പിന്നെ ഇതിൽ ഡയോഡ് കാര്യങ്ങളൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ട് വെച്ചാൽ കുറച്ച് ചെറിയ പണി ഉണ്ടാകുന്നുള്ളൂ. പാള ഓക്കെ ഉണ്ട്. ഇനി അടുത്ത പണി നോക്കാം. അഴിച്ച് വൃത്തിയാക്കിയതിന് ശേഷമുള്ള കോലാണിത്. അത്യാവശ്യം വൃത്തിയായിട്ടുണ്ട്. ഇനി AC കോഡ്, പിന്നെ ചെറിയ AC കോഡ് എടുത്തിട്ടുണ്ട്. ഈ AC കോഡ് കണക്ട് ചെയ്തിട്ട് പ്ലഗിൽ കൊടുക്കണൊക്കെ മുമ്പ് കംപ്ലീറ്റ് ഒന്ന് അഴിക്കണം. ബോർഡിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ നോക്കണം. ബോർഡിൽ കംപ്ലൈൻറ്റ് ഇല്ല വെച്ചാൽ സീരിയൽ ലാമ്പിന് ആദ്യം കൊടുക്കണം. നേരിട്ട് കൊണ്ട് ഈ കറണ്ടിനാണ്ട് കുത്തിയാൽ ഒന്നുമില്ലെങ്കിൽ ഇത് പുകയും. അപ്പോൾ ആ പുകച്ചിൽ ഇതിനേക്കായി നല്ലത് ഒരു സീരിയൽ ലാമ്പിന് കണക്ട് ചെയ്യുക. അപ്പോൾ ഇത് നമുക്കൊന്ന് അഴിച്ച് നോക്കാം. നാല് സ്റ്റാർ സ്ക്രൂ ഡ്രൈവറിനാണ്. 4 അല്ല, 1 2 3 4 5 6 7 8 ഉണ്ട്. അത്യാവശ്യം അഴിക്കാനുള്ളതുണ്ട്. ഇപ്പോൾ എല്ലാ സ്ക്രൂ അഴിച്ചെടുത്തിട്ടുണ്ട്. 6 സ്ക്രൂ ഉണ്ട്. മൊത്തം അഴിച്ചെടുക്കുക. അഴിച്ചെടുത്തതിന് ശേഷം വയർ കേബിൾ കണക്ട് ചെയ്യാണ്ട് ആദ്യം ഇത് കംപ്ലീറ്റ് ഒന്ന് അഴിച്ച് നോക്കാം. കംപ്ലീറ്റ് അഴിച്ചെടുത്തുള്ള ഒരു കോലാണിത്. ചെറിയ ബാറ്ററി ഉണ്ട്. എന്തായാലും ബാറ്ററി കംപ്ലൈൻ്റ് ആവാൻ സാധ്യതയുണ്ട്. ഒരുപാട് കാലം ഇരിക്കുന്നതല്ലേ. പിന്നെ ഒരു LED ബോർഡുണ്ട്. പിന്നെ പവർ കണക്ട് ചെയ്യാനുള്ളതുണ്ട്. അതിൻ്റെ ഒരു ക്യാപ്പുണ്ട്. ഇതാണ് ഇതിൽ മെയിനായിട്ടുള്ളത്. ഈ ബാറ്ററി ഇതിൽ വോൾട്ട് കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല. 4 വോൾട്ട് ഏകദേശം ഒരു 4.5 വോൾട്ടാണ് ഇതിന് മെയിനായിട്ടുള്ളത്. ഈ സെൻസ് ചെയ്യണ ബോർഡ് കാര്യങ്ങൾ, അതുപോലെ ഇതിൽ കപ്പാസിറ്റർ ഉണ്ട്, പോളിസ്റ്റർ.
മെയിനായിട്ട് അത് പോകാനാണ് സാധ്യത. ഈ ബോർഡ് അഴിച്ചെടുത്തതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എമർജൻസിയുടെ ബോർഡ് കംപ്ലീറ്റ് അഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കറണ്ട് കണക്ഷൻ കൊടുക്കണതിൻ്റെ 2 വയറ് പോയിൻ്റ് നേരിട്ടിട്ട് ബോർഡിലേക്ക്. ബോർഡിൽ സ്വിച്ച് 2 റെസിസ്റ്റർ, അതേപോലെ ബാക്കിലൊരു റെക്റ്റിഫയർ സർക്യൂട്ടൊക്കെ ഉണ്ട്. പിന്നെ പോളിസ്റ്റർ. ഈ പോളിസ്റ്റർ വഴിയാണ് കണക്ട് ചെയ്തിട്ട്. ഇനി ആദ്യം ഇത് നേരിട്ട് 230 വോൾട്ട് കൊടുക്കണേക്കാളും മുമ്പ് ഈ ഒരു സീരിയൽ ലാമ്പ് സർക്യൂട്ടിലേക്ക് ആദ്യം കണക്ട് ചെയ്തതാണ്. കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാം ഇത് കംപ്ലൈൻ്റ് ആണോ കംപ്ലൈൻ്റ് അല്ലേന്ന്. അപ്പോൾ ഈ കണക്ടർ എല്ലതും കൂടി എല്ലാ വയറും ജോയിൻ ചെയ്തതിന് ശേഷം നേരിട്ട് ഒരു സീരിയൽ ലാമ്പ് ചെക്കിങ്ങിനാണ് കണക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ സീരിയൽ ലാമ്പിൽ ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആ വയർ എടുത്തിട്ട് ഡയറക്റ്റ് നമുക്ക് എ സിയിൽ കണക്ട് ചെയ്യാം. എ സിയിൽ കണക്ട് ചെയ്താൽ ഓക്കെയാണ്, ബോർഡ് ഓക്കെയാണ്. അതുകൊണ്ടാണ് ഈ ബൾബ് കത്താത്തതും ഡയറക്റ്റ് ബോർഡിൽ കണക്ഷൻ കിട്ടി ബോർഡ് ഓക്കെ ആയത്. ഇനി നമുക്കൊന്നുകൂടി ഇത് ബാറ്ററി കംപ്ലൈൻ്റ് ആണോ എന്ന് നോക്കാം. ബാറ്ററി കംപ്ലൈൻ്റ് ആണോ നോക്കുന്നതിന് മുമ്പ് ഈ സ്വിച്ച് ഓഫ് ചെയ്ത് വയർ ഊരിടുക. എന്നിട്ട് ഈ സ്വിച്ച് ഓൺ ആക്കുക. ഈ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നേരിട്ട് ബാറ്ററിക്കാണ് ചാർജ്. ബാറ്ററിയിൽ നിന്ന് നേരിട്ട് ഇത് ഈ ലൈറ്റ് കത്തേണ്ടതാണ്. അപ്പോൾ ഇനി ഇത് കണക്ട് ചെയ്ത് നോക്കാം. കണക്ട് ചെയ്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ചാർജിങ്ങിൽ കുറച്ച് ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ ഈ ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. ഈ ബോർഡ് ഓക്കെയാണ്. ഈ ബോർഡിൽ മെയിനായിട്ട് വരുന്ന ഈ ബാറ്ററി മാത്രമേ കംപ്ലൈൻ്റ് ഉള്ളൂ. ബാക്കി എല്ലാ കമ്പോണൻസും ഓക്കെയാണ്. ഇതുപോലുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ നോക്കിയും കണ്ടൊക്കെ ചെയ്യാം. വീഡിയോസല്ല, കറണ്ടുമുള്ള കളിയാണ്. അപ്പോൾ അത് ശരിക്കും ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ഷോക്ക് ഏൽക്കാൻ നല്ല സാധ്യതയുണ്ട്. ഇനി ഈ ഒരു ബാറ്ററി മാറിക്കഴിഞ്ഞാൽ ചാർജിങ് കറക്റ്റ് ആയിരിക്കും, അതുപോലെ ഡിസ്ചാർജിങ് കറക്റ്റ് ആയിരിക്കും. ഇതേപോലെ സെയിം പ്ലസ് മൈനസിന് വൈറ്റ് ഫുള്ള് വൈറ്റ് വയറാകുമ്പോൾ പ്ലസ് ഏതാ മൈനസ് ഏതാണെന്ന് നോക്കിയിട്ട് കറക്റ്റ് മാർക്ക് ചെയ്യാം. ഇതിന് ഒരു പ്ലസ് എന്നുള്ള ഒരു അടയാളം സൂചിപ്പിക്കാൻ വേണ്ടി ഒരു റെഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് നോക്കി കൊടുക്കാം. ഈ പ്ലസ് മൈനസ് മാറിക്കഴിഞ്ഞാൽ ഈ ബോർഡിലുള്ള പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരുന്ന റെസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ ചിപ്പ് ഉണ്ട്, അത് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് പോയി കിട്ടും. പിന്നെ ഈ ബോർഡ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതും കൂടി നോക്കി ശ്രദ്ധിച്ച് കണ്ട് ചെയ്യാം. 3.7 വോൾട്ടിൻ്റെ ചെറിയ ബാറ്ററി എടുത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. ബോർഡ് വർക്കിംഗ് ആണ്, ചാർജിങ്ങും ഒക്കെ. ഇനി അതിന് കണക്ട് ചെയ്ത് ഓഫ് ചെയ്ത് സ്വിച്ച് നമുക്ക് ഓണാക്കി വെക്കാം. 2 ടൈപ്പ് വർക്കിങ്ങിലാണ് വരിക. അപ്പോൾ സാധനം ഓക്കെ സ്ഥിതിക്ക് ഇനി നമുക്കിത് ഫിറ്റിങ് ചെയ്യാം. അപ്പോൾ ബാറ്ററി വെച്ച് ഫിറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളൊരു കോലാണിത്. കാണാൻ അത്യാവശ്യം കുഴപ്പമില്ല. ബാറ്ററി ഇട്ട് വർക്കിംഗ് ആക്കി 2 ടൈമിൽ 2 സ്വിച്ചിലായിട്ട് വർക്ക് ചെയ്യും. ബ്രൈറ്റ് കൂടുതലും കുറവും. ഓഫ് ചെയ്യാം, നേരിട്ട് ചാർജിന് കുത്തിക്കുക. ചാർജിന് കുത്തിക്കുമ്പോൾ ചാർജിങ് ഇൻഡിക്കേറ്റർ ചെറിയൊരു കളറുള്ളൂ, അത് ഒരുപാട് കാലം വർക്ക് ചെയ്തതിൻ്റെയാണ് അത്. എന്നാലും കുഴപ്പമില്ല, വർക്കിംഗ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.